ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ അയന. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ വന്നിരിക്കുന്നത്. ബീട്രൂട്ടും ക്യാരറ്റും ഈന്തപ്പഴവും ഒക്കെ ഇട്ടിട്ടുള്ളൊരു അച്ചാറാണ്. മധുരമുള്ളൊരു അച്ചാറാണ് കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതാ അമ്മയാണ് കേട്ടോ അവിടെ അച്ചാറിടുന്ന ആൾ. അമ്മ തന്നെയാണ്. എനിക്ക് അച്ചാറിടാനായിട്ട് അത്ര വലിയ ബാക്കിയെല്ലാം ചെയ്യുമെങ്കിലും അച്ചാറിടാനായിട്ട് അമ്മ തന്നെ വേണം കേട്ടോ. അപ്പോൾ അമ്മയും ഇതാ ആദ്യമായിട്ടാട്ടോ ട്രൈ ചെയ്യുന്നത്. അപ്പം നമ്മളതിന് വേണ്ടിയിട്ട് ക്യാരറ്റ് ആദ്യമായിട്ട് പീൽ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ബീട്രൂട്ടും പീൽ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വെളുത്തുള്ളി തൊലിയൊക്കെ കളഞ്ഞ് എടുക്കുകയാണ്. വെളുത്തുള്ളി കുറച്ചധികമായിട്ട് വേണം കേട്ടോ. പിന്നെ ഇതാ ഇതുപോലെ ഒരു കഷ്ണം ഇഞ്ചി, ഇതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ക്യാരറ്റ് ഇതാ ഇതുപോലെ കട്ട് ചെയ്തിട്ട് കുറച്ച് വലുതായിട്ട് തന്നെ കട്ട് ചെയ്യാം കേട്ടോ. വലിയ വലിയ പീസുകളായിട്ട് തന്നെ കട്ട് ചെയ്യാം. അതുപോലെ ഇതാ ബീട്രൂട്ടും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഇഞ്ചിയും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മളിവിടെ എല്ലാം തന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ വേപ്പിലയും കൂടി ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ മാറ്റി വെച്ചിട്ട് അതിലേക്ക് വേപ്പിലയും കൂടി ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈന്തപ്പഴം കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഇത്രയും ഈന്തപ്പഴം മതിയാവും. അതും ഇതുപോലെ ചെറുതായിട്ട് പൊളിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതാ ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മളിതാ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് അതിങ്ങനെ മൂത്ത് ഒരു ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ഒരു കഷ്ണം പച്ചമുളകും വേപ്പിലയും കൂടിയിട്ട് ചീനച്ചട്ടിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് നന്നായിട്ട് മൂപ്പിക്കുക കേട്ടോ. നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ 2 സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നീട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് നമ്മുടെ ബീട്രൂട്ടും ക്യാരറ്റും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മതിയാവും കേട്ടോ. അപ്പോൾ അതിതാ നമുക്കൊന്ന് മൂടിയിട്ട് കൊടുക്കാം. ഇത് മൂടിയിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മളൊന്ന് തുറന്ന് നോക്കുക. വീണ്ടും അതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അതിലേക്ക് ഇനി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 1 സ്പൂണോളം ഉപ്പാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും നമ്മൾ മൂടി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ആ സമയം കൊണ്ട് നമ്മൾ ഉലുവ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ഉലുവേനെ നമ്മളിതാ ഇതുപോലെ പൊടിച്ചു കൊടുക്കുക കേട്ടോ. നന്നായിട്ട് പൊടിയണം. ഇതുപോലെ നല്ല പൗഡർ പോലെ പൊടിഞ്ഞ് കിട്ടണം കേട്ടോ. അപ്പോൾ അതിനെയും ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. വീണ്ടും മൂടി തുറന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും അതുപോലെ തന്നെ അടച്ചു വെച്ചു. ഒന്നും കൂടി ആവണ്ടായിരുന്നു. അപ്പം നമ്മുടെ ബീട്രൂട്ടും ക്യാരറ്റൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈന്തപ്പഴം പൊളിച്ച് വെച്ചിട്ടുണ്ടായല്ലോ അതും കൂടി ഇട്ട് കൊടുത്ത് നമ്മുടെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മളതിലേക്ക് ചുറുക്ക് ഒഴിച്ച് കൊടുക്കുക. ചുറുക്കയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചുറുക്ക് കുറവ് പോലെ തോന്നിയാണ്ട് വീണ്ടും കുറച്ചും കൂടി ചുറുക്ക ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വീണ്ടും നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഉപ്പ് ഇത്തിരി കുറവ് തോന്നിയതുകൊണ്ട് വീണ്ടും കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീട്രൂട്ടും ക്യാരറ്റും ഈന്തപ്പഴമൊക്കെ ഇട്ടിട്ടുള്ള അച്ചാർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു മധുരവും പുളിയും എല്ലാം കൂടി വരുന്നതുകൊണ്ട് പിള്ളേർക്കൊക്കെ വലിയ ഇഷ്ടമാവും ചോറിന് കഴിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.